السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനികളായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, 73ാമത്തെ ജംഇന്റെ ക്ലാസ്സാണ് നടക്കാൻ പോകുന്നത്. അസ്സാമിനു മിൻ മസാലിക്കിൽ ഇല്ലത്തി, ഇല്ലത്തായി വരാൻ പറ്റുന്ന തുർക്കുകളാണല്ലോ വിശദീകരിക്കുന്നത്. അതിൽ 8ാമത്തേത് അത്തൊറുദു, തൊറുദ് എന്ന് പറയുന്ന ഒരു ഇനമാണ്. അതും ഇല്ലത്താകാൻ പറ്റുന്ന ഒരു വഴിയാ. എന്താ തൊറുദ്? വഹുവ മുഖാറനത്തുൽ ഹുക്മി ലിൽ വസ്ഫി, ഹുക്മ് വസ്ഫിനോട് അന്വരിച്ചു വരിക. മിൻ ഗൈരി മുനാസബത്തിൻ, മുനാസബയില്ല. റാത്തി എന്ന നിലക്കോ തബ എന്ന നിലക്കോ മുനാസബ് വേണം. ആ മുനാസബ് പറഞ്ഞ യോജിപ്പ്, അതില്ല. ആ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ തന്നെ വസ്ഫിനോട് ഹുക്മ് അന്വരിക്കുക എന്നുള്ളതാണ് തുറുദ്. ഉദാഹരണം, കഖൗലി ബഅദിഹിം, ചില ആളുകൾ പറയുന്നു, ഫിൽ ഖല്ലി, സുർക്കയിൽ, മാഇഉൻ, സുർക്ക മാഇയാണ്, നീരായ സാധനമാണ് സുർക്ക എന്ന്. എന്തിനാണ് ഇപ്പോൾ അങ്ങനെ പറയുന്നത്? അത് വൈറു മുത്തഹ്ഹിരിൻ, തനിയെ ശുദ്ധിയുള്ളതും മറ്റതിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതാണ്. അപ്പൊ സ്വയം ശുദ്ധിയുണ്ട്, പക്ഷെ ശുദ്ധിയാക്കാൻ കഴിവില്ല എന്നതിന്റെ മേൽ ലക്ഷ്യം പിടിക്കുന്നതിൽ സുർക്ക എന്താണ്? നീരാണല്ലോ എന്ന് പറയാറുണ്ട്. എങ്കിൽ ലാ തുബിന അൽ ഖന്തറത്തു അല്ല ജൻസിഹി, സുർക്ക നീരാകുമ്പോൾ നീരാവുക എന്നൊരു വർഗത്തിന്റെ മേലിൽ എന്താവുകയില്ല? പാലത്തെ എടുക്കപ്പെടാറില്ല, ഒരു പാലമുണ്ടാക്കാറില്ല. അങ്ങനെ വരുമ്പോൾ ഫലാ തുസാലു ബിഹിൻ നജാസത്തു, അപ്പൊ സുർക്ക എന്നതുകൊണ്ട് ശുദ്ധിയാക്കിയാൽ നജസ് നീങ്ങോ? ഇല്ല. ഏതുപോലെയൊക്കെ ദുഹരി, എണ്ണ പോലെയാണ്. എണ്ണ നീരാണല്ലോ, അതുകൊണ്ട് നജസ് നീങ്ങോ? ഇല്ല. എന്നതുപോലെ തന്നെ സുർക്ക നീരായിക്കേ, ആ സുർക്ക കൊണ്ടെന്താവൂല? നജസ് കഴുകിയാൽ നജസ് നീങ്ങൂല. അതാണ് സുർക്ക നീരാണ്, നീരായിരിക്കുന്ന സാധനം എന്ന് വെക്കുമ്പോഴേക്കും പാലം കെട്ടുക എന്നുള്ള ഉണ്ടാവൂല എന്ന് പറഞ്ഞു പോന്നു. വാസ്തവത്തിൽ തമ്മിൽ അതിൽ ബന്ധമൊന്നുമില്ല. വസ്തുവിനോട് നോക്കുമ്പോൾ അന്വരിച്ചു വന്നേ ഉള്ളൂ, ബന്ധമൊന്നുമില്ലല്ലോ. പാലും സുർക്കയും തമ്മിലൊക്കെ എന്താ ബന്ധം? എന്നാ മുഖാരണത്തുണ്ട്. ഖിലാഫിൽമായി, വെള്ളത്തിന് എതിരായിട്ട് വെള്ളം വെക്കുകയാണെങ്കിലോ, വെള്ളം എന്ന് വെച്ചാൽ പത്തുബിനൽ കന്തറത്തു അലാ ജിൻസിഹി, അപ്പൊ വെള്ളം എന്നൊരു വർഗം വെക്കുകയാണെങ്കിൽ അതിന് മേൽ എന്ത് ചെയ്യാം? കന്തറത്തിനെ പണി ചെയ്യപ്പെടും. ഇവിടെ നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ളത്, വെള്ളം അടിഭാഗത്തിലൂടെ ഒഴുകുന്ന നിലപാടിലൂടെ കടന്നു പോകുവാൻ വേണ്ടിയാണ് പാലം കെട്ടാറുള്ളത്. വാസ്തവത്തില് അത് ഇതിലില്ല, സുർക്കയിലില്ല. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ സുർക്ക നീരായതിനെ കൊണ്ട് കടന്നു പോകണി പാലം കെട്ടൊന്നും വേണ്ടല്ലോ. വെള്ളത്തിന്റെ മാതിരി വെള്ളമാണെങ്കിൽ പാലം കെട്ടും. തോടിലൂടെ വെള്ളം വരുന്നു, അക്കരയ്ക്ക് ചാടണമെങ്കിൽ പാലം കെട്ടേണ്ടി വരും. അടിഭാഗത്തിലൂടെ വെള്ളം ഒഴുകും ചെയ്യും. അതാണ് വെള്ളത്തിന് മാറായിട്ട് വെള്ളത്തിന്റെ വർഗത്തിന്റെ മേൽ പാലം എടുക്കപ്പെടുകയും ചെയ്യും. അപ്പൊ പിന്നെ തുസാലു ബിഹി നജാസത്തു, അപ്പൊ നജസ് എന്താവും? ആ വെള്ളം കൊണ്ട് നീങ്ങും ചെയ്യും. അപ്പൊ നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്, ഇപ്പൊ ബിനാഉൽ ഖന്തറത്തി, പാലത്തെ എടുക്കുക, അദമു, പാലം എടുക്കാതിരിക്കുക എന്നുള്ളത്. ലാ മുനാസബത്ത് ഫീൽ ഹുക്മി അസ്ലിൻ, ഒരിക്കലും ഹുക്കുമായി യാതൊരു ബന്ധം പാലത്ത് ഉണ്ടോ, എടുക്കാതിരിക്കുക എന്നുള്ളതില്ല. പാലം എടുക്കുക എന്നുള്ളത് വെള്ളത്തിലേക്ക് നോക്കിയിട്ടാ, പാലം എടുക്കാതിരിക്കുക എന്ന് സുർക്കയിലേക്ക് നോക്കിയിട്ടാ. ഇത് രണ്ടും തമ്മിൽ നോക്കുമ്പോ ഹുക്കുമായിട്ട് എന്താ ബന്ധമുള്ളത്? ഹുക്കുമാണെങ്കിൽ എന്താ? നജസിനെ നീക്കുക എന്നുള്ളതാണ്. വെള്ളത്തിലേക്ക് നോക്കിയിട്ട് ആ വെള്ളം കൊണ്ട് നജസിനെ നീക്കുക എന്നുള്ളത് ഹുക്കുമ്. സുർക്കയിലേക്ക് നോക്കുമ്പോ നജസിനെ നീക്കാതിരിക്കുക എന്നുള്ളതാണ് ഹുക്കുമ്. ഈ ഹുക്കുമായി യാതൊരു ബന്ധം ഇവിടെ ഇല്ല. പക്ഷെ തുറുദായി വൈങ്കാന മുത്തരിതൻ, അത് മുത്തരിതാണെങ്കിൽ പോലും, അതായത് അന്വരിച്ചു വരുന്നുണ്ട് എന്നല്ലാതെ എന്തില്ല? മുനാസബത്തില്ല. ലാ നഖ്ല അലൈഹിം, അതിന്റെ മേല് നഖ്ലുമില്ല.
അത് നഖലില്ല എന്ന് പറഞ്ഞാൽ മുത്തരിദിനുള്ളതായ ഒരു തഫ്സീർ കൊടുത്തതാണ് ലാ നഖല്ലാലി എന്നുള്ളത്. മുത്തരിദ എന്ന് പറഞ്ഞാൽ അതിന്റെ മേൽ നഖലില്ല എന്ന് പറഞ്ഞ് തഫ്സീറായി വെക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാല് മുനാസബത്തില്ല ഹുക്കുമായിട്ട് ഉള്ളത് വസ്തുവിനോട് ഹുക്കുമിന് അന്വരിക്കുക എന്നൊരു പരിപാടിയാണ് മുഖാറനത്ത്. അതാണ് തുറത്. അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ നമ്മള് സുർക്കൊക്കെ പാലം കെട്ടൂല മറ്റേ പാലം കെട്ടും എന്നൊക്കെ പറഞ്ഞത്. ഹുക്കുമാണെങ്കിൽ നേശം നീക്കുക നീക്കാതെക്കുക. ഉലമായി ഉസൂലിയാക്കളും അല്ലാത്തതുമായ പണ്ഡിതന്മാര് അധികവും അലാ റദ്ദിഹി ഈ തുറത് പറ്റൂല എന്നതിന്റെ മേല. കാരണം ലിന്ദിവായിൽ മുനാസബത്തി അൻഹു ഹുക്കുമായിട്ട് യാതൊരു ബന്ധം ഇതിനില്ല. അപ്പൊ ഹുക്കുമിനെ തൊട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് ഈ തുറതി എന്ന് പറയും ഇല്ലത്തിന് പറ്റൂല എന്നാണ് കിതറും. കാല ഉലമാവുന നമ്മുടെ പണ്ഡിതന്മാര് പറഞ്ഞു ഖിയാസുൽ മാന മായനയെ ഖിയാസാക്കല് മുനാസിബുൻ അത് യോജിക്കുന്നതാണല്ലോ. മായനയിലേക്ക് അതായത് ഒരു മായനയിലേക്ക് നോക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു മായന ഉണ്ട് അവിടെ. ആ മാനയാണെങ്കിൽ ദാത്തിയായ മുനാസിബായ വസ്ഫിനെ ചുറ്റിയ മാനയാ. അങ്ങനെ നോക്കുമ്പോൾ ഒരു മുനാസിബ് ഉണ്ടല്ലോ. അതാണ് മാനിയെ ഖിയാസാക്കുക. ആ ഖിയാസ് മുനാസിബാണ്. എന്തുകൊണ്ട് ലിഷ്തിമാലിഹൽ വസ്ഫിൽ മുനാസിബി ദാത്തിയായ മുനാസിബ് ദാത്ത് കൊണ്ടുള്ള ബന്ധം. ആ ദാത്തിയായിരിക്കുന്ന മുനാസബാവുന്ന വസ്ഫിന്റെ മേലിൽ ഈ ഖിയാസ് ഇനി മായന ചുറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഖിയാസിയായ മായനെ ഖിയാസാക്കുക എന്നുള്ള മുനാസിബാണെന്ന് പണ്ഡിതന്മാര് പറയുന്നു. ഓ ഖിയാസു ശബഹി ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ശബഹിന്റെ ഖിയാസ് ഉണ്ടല്ലോ, അത് തഖരീബുൻ അത് സുമാറാണ്. ഓ ഖിയാസ് തൊറുദിനെ ഖിയാസാക്കി കൊണ്ടുവരുന്നുണ്ടല്ലോ. തൊറുദ് എന്ന് പറഞ്ഞത് അത് തഹക്കുമുൻ അത് തഹക്കുമാണ്. തഹക്കുമാകുമ്പോൾ ഫലാ യുഫീദു അതെന്താകുകയില്ല, ഒരു ഹുക്കുമിനെ ഫർഇൽ സ്ഥിരപ്പെടുത്തി തരൂല. അതുകൊണ്ട് കാര്യമാക്കലില്ല, അതിനെ വകവെക്കുന്നില്ല. തൊറുത് കൊണ്ട് വകവെക്കാത്തത് കൊണ്ട് ഫറയിൽ എന്താകൂല ഹുക്കുമിനെ സ്ഥിരപ്പെടുത്തി അവരെ മനസ്സിലാക്കി തരൂല. അതാണ് തഹക്കും. തൊറുത് തഹക്കും എന്ന് പറയാൻ കാരണം. പിന്നെ ഷബഹ് തഖരീബാണ്. തഖരീബ് എന്ന് പറഞ്ഞാൽ അസ്ലിനോട് ഫർ അടുക്കുക എന്നതാണ് ഷബഹിലുള്ള ഖിയാസ്. പിന്നെ തൊറുതിലുള്ള ഖിയാസ് ഇങ്ങനെയും പറഞ്ഞല്ലോ. വഖീല പറയപ്പെടുന്നു ഇൻ കാരണഹു ഐ കാരണൽ ഹുക്കുമുൽ വസ്ഫ ഇനി ഹുക്കുമ് വസ്ഫിനോട് അന്വരിച്ച് വന്നാൽ ഫീമ അദ സൂറത്തുൻ നിസായി തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രൂപം ഇവിടെയുണ്ട്. ആ തർക്കിക്കുന്ന രൂപം അല്ലാത്തതിൽ തർക്കിക്കുന്ന രൂപത്തിലല്ല. തർക്കം നമ്മൾ പറഞ്ഞ സുർക്ക പോലെ അങ്ങനത്തതിലല്ല. അങ്ങനത്തെ അല്ലാത്ത മറ്റൊരു രൂപത്തിൽ ഉള്ള വസ്ഫിനോട് ഹുക്കം അന്വരിച്ചു വന്നു. ഇങ്ങനെ വരികയാണ് എങ്കിൽ എന്താണ് ഇപ്പൊ അവിടെ പറയാനുള്ളത്? അഫാദല്ലിയ്യത്ത എന്നാ പിന്നെ അതെന്താകും ഇല്ലിയത്തിനെ മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോ യുഫീദുൽ ഹുക്കുമ അപ്പൊ ഹുക്കുമിനെയും അത് മനസ്സിലാക്കി തരും, സ്ഥിരപ്പെടുത്തി തരും. ഈ സൂറത്തിൻ നിസാഇ ഇവിടെ തർക്കിക്കുന്ന വിഷയത്തിൽ എന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടുവരുന്നത്. ആ സൂറത്തുൻ നിസാ തർക്കമുള്ളതായൊരു വിഷയമുണ്ടെങ്കിൽ ആ തർക്കമുള്ളത് ഏതാണ്? സൂറത്ത് അല്ലാത്തതിലാണ്. സൂറത്ത് അല്ലാത്തതിലാണ് ഈ വസ്ഫുണ്ടെങ്കിൽ ആ വസ്ഫിനോട് ഹുക്കുമ് വന്നാൽ അത് ഇല്ലത്താകാൻ പറ്റുമെന്ന് വെച്ചു. അപ്പൊ എന്തായി? ഇവിടെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആ രൂപത്തിൽ അവിടുത്തെ ഹുക്കും ഇങ്ങോട്ട് ഫലം വെക്കുകയും ചെയ്യും എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വാലഹി ഈ പറഞ്ഞതിന്റെ മേലിലാണ് അൽ ഇമാം റാസി അവറുകൾ ഉള്ളത്. ഇപ്പൊ ഗസീറുമിന് ഉലമായി ഇമാം റാസി മാത്രമല്ല അധിക പണ്ഡിതന്മാരും അങ്ങനെ തന്നെ ഉള്ളത്. ഇനി വക്കീല മറ്റൊരു കീല പറയപ്പെടുന്നു തെക്കിബിൽ മുക്കാരണത്ത് മതി ഫീ സൂറത്തിൻ വാഹിദത്തിൻ ഒരൊറ്റ രൂപത്തിൽ മുക്കാരണത്തുണ്ടായാൽ മതി. ഒറ്റ രൂപത്തിൽ മുക്കാരണത്തുണ്ടായാൽ മതി. എന്തുകൊണ്ട്? ലീവാത്തിൽ ഇല്ലിയത്തി അത് ഇല്ലത്തായിരിക്കുക എന്നതിനെ ഫലം വെപ്പിച്ച കാരണം കൊണ്ടാണ് മതി എന്ന് പറഞ്ഞത്. ഒരു രൂപത്തിൽ തന്നെ മുക്കാരണത്തും മതി എന്ന് പറയാൻ കാരണം അത് ഇല്ലത്താണെന്ന് ഫലം വെപ്പിച്ചതില്ലേ. അപ്പൊ ഇല്ലത്തായിരിക്കാൻ പറ്റിയത് കൊണ്ട് ഒരു രൂപത്തിൽ തന്നെ മുക്കാരണത്തും മതി കീല. വക്കാൽ കർഹി പറയുന്നു യുഫീദു തൊറുദ് ഫലം വെപ്പിക്കുക ആയിരിക്കുക അൽ മുനാദിറിനാണ്. ദൂരൻ നാദിരിൻ നഫ്സി സ്വന്തം നഫ്സിന് വേണ്ടി തെളിവന്വേഷിച്ച് കുത്തിരിക്കുന്ന ആലോചിക്കുന്ന ആൾക്കല്ല, തർക്കിക്കുന്ന ആള്. തന്റെ മദ്ഹബ് ഉണ്ടാവില്ല, തന്റെ ഇമാമിന്റെ മദ്ഹബ്
തന്റെ ഇമാമിന്റെ മദ്ഹബിനെ തടുക്കുന്ന ആളാണ് മുനാദിർ. ആ മുനാദിറിനാണ് എന്ത് പറ്റുക, തൊഴുത് ഫലം വെച്ചുകൊടുക്കുക എന്നുള്ള കർഹി പറയുന്നു. കാരണം അന്നൽ അവല മുനാദിർ ഫി മഖാമി ദഫഇ, നിരൂപണങ്ങൾ വരുമ്പോ ആ മദ്ഹബിനെ എതിർത്തുകൊണ്ട് വരുന്ന നിരൂപണങ്ങൾ വരുമ്പോ അതിനെ തടുക്കുന്ന പോസ്റ്റിലാണ് മുനാദിർ ഉള്ളത്. വസ്താനി നാദിർ ഫി മഖാമിൽ ഇസ്ബാത്തി, ഹുക്കുമിനെ സ്ഥിരപ്പെടുന്ന പോസ്റ്റിലാണുള്ളത്. അതുകൊണ്ടാണ് നാദിറിന് ഫലമില്ല, മുനാദിറിന് ഫലം എന്ന് പറയുന്നത്. അപ്പൊ 8ാമത്തെ വകുപ്പ് ഇല്ലത്തായി വരാൻ പറ്റുന്ന തുർക്കിൽ തുർദ. അത്താസു മിൻ മസാലിക്കിൽ ഇല്ലത്തി, ഇല്ലത്തായി വരാൻ പറ്റുന്നതിൽ നിന്ന് 9ാമത്തെ തുർക്ക് തൻഗീഹുൽ മനാത്തീന. തൻഗീഹുൽ മനാത്ത് എന്താ തൻഗീഹുൽ മനാത്ത്? തൻഗീഹുൽ മനാത്തിന്റെ അർത്ഥം ആലോചിച്ച് നോക്കാം. എല്ലാ അസണ്ടകളും ഒഴിവാക്കി പതിരും ഒഴിവാക്കി മണിയാക്കി നിർത്തി തരുന്നൊരു സാധനം. അത് ഇല്ലത്ത്, ഹുക്കുമിന്റെ ഇല്ലത്തിന് നല്ല രൂപത്തിൽ എല്ലാം ഒഴിവാക്കിയിട്ട് സത്യാക്കി തരിക. അതാണ് തൻഗീഹുൽ മനാത്തിന്റെ അർത്ഥം. അതിന്റെ നിർവചനം നോക്കിയാല് തൻഗീഹുൽ മനാത്ത് എന്ന് പറഞ്ഞാൽ അയ്യദുല്ല നസ്സുൻ ലാഹിറുൻ, ഒരു ലാഹിറായ ഇവിടെ പ്രകടമായി നിൽക്കുന്ന ഒരു നെസ്സുണ്ട്. ആ നെസ് അറിയിക്കുക അലത്തലീലി, ഇല്ലത്താക്കലിന്റെ മേലിൽ ബി വസ്ഫിൻ, ഒരു വസ്ഫ് കൊണ്ട് ഇല്ലത്താക്കലിന്റെ മേലിൽ ഇവിടെ ലാഹിറായ നെസ് അറിയിക്കുക. എന്നിട്ട് ഹുസൂസുഹും, ആ നെസ്സിന്റെ പ്രത്യേകതയെ കളയുക. അനിൽ ഇത്തിബാരി, പരിഗണിക്കലിനെയും തൊട്ട് കളയുക. അപ്പൊ ആ നെസ്സിന് പ്രത്യേകതയുണ്ടാവും. അതിന്റെ പ്രത്യേകത കളഞ്ഞിട്ട് ഇത്തിബാറിനെ തൊട്ട് കളയുക. ആ കളയൽ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ബിൽ ഇജ്തിഹാദി, ഗവേഷണം കൊണ്ട്. അപ്പൊ ഗവേഷണം ചെയ്തുകൊണ്ട് ഇത്തിബാറിനെയും തൊട്ടിട്ട് എന്ത് ചെയ്യുക, പിന്നെ നെസ്സിന്റെ ഹുസൂസിനെ കളഞ്ഞിട്ട് വയനാത്തൽ ഹുക്കുമ വയുനാത്തൽ ഹുക്കുമോ, എന്നിട്ട് ആ ഹുക്കുമുണ്ട് ആ ഹുക്കുമിനോട് ബന്ധിപ്പിക്കുകയും ചെയ്യുക. ബിൽ അമ്മി, മൊത്തത്തിൽ ആമ്മതിനോട്. അപ്പോൾ പ്രത്യേകമായ നെസ്സാണ്, ലാഹിറായ നെസ്സാണ്. ആ നെസ് അറിയിക്കുന്നുണ്ട് ഒരു വസ്തു ഇല്ലത്താണെന്നതിന്റെ മേല്. അപ്പോ ആ നെസ് എന്തിനെ ആസ്പദപ്പെടുത്തി വന്ന ഹുസൂസിയത്തുണ്ട്, അതിന് കളഞ്ഞിട്ട് പിന്നെ ഹുക്കും എല്ലാത്തിനും ബാധിപ്പിക്കുക. ഇങ്ങനെ വരിക. ഇതാണ് തൻഗീഹുൽ മനാത്ത്. പിന്നെ പറയാനുള്ളത് ഔ തകൂന ഔസാഫുൻ, അല്ലെങ്കിൽ വസ്ഫുകൾ ആകുക ഫീ മഹല്ലിൽ ഹുക്കുമി, ഹുക്കുമിന്റെ മഹല്ലില് വസ്ഫുകൾ ധാരാളമുണ്ട്. ഫയുഹദഫ ബഅദുഹ അനിൽ ഇഅ്തിബാരി ബിൽ ഇജ്തിഹാദി, ഗവേഷണം ചെയ്യൽ കൊണ്ട് പരിഗണിക്കലിനെ തൊട്ട് ചിലതിനെ അങ്ങോട്ട് കളയുക. എന്നിട്ട് വയുനാത്തൽ ഹുക്കുമു ബിൽ ബാക്കി, ബാക്കിയുള്ള വസ്ഫുകളോട് ഈ ഹുക്കുമിനെ ബന്ധിപ്പിക്കുക. ഇതും തൻഗീഹിന്റെ ഒരു ഇനമാണ്. മൊത്തത്തിൽ ഹാസിലുഹു, തൻഗീഹുൽ മനാത്തിന്റെ ഫുൾ എന്താന്ന് ചോദിച്ചാൽ ചുരുക്കി പറഞ്ഞാല് അന്നഹു, നിശ്ചയമായിട്ടും അത് അൽ ഇജ്തിഹാദു, ഗവേഷണം ചെയ്യലാണ്. ഫിൽ ഹദഫി, കളയുന്ന കാര്യത്തിൽ. ഒത്തഅയ്യിനി, കളഞ്ഞിട്ട് ബാക്കിയുള്ളത് ഇന്നതാണെന്ന് വ്യക്തമാക്കുന്ന കാര്യത്തിലും ഗവേഷണം നടത്തുക. വയുമസ്സലു ലിദാലിക, ഈ തൻഗീഹുൽ മനാത്ത് ഉദാഹരണമാക്കപ്പെടാം ബി ഹദീസ് സ്വഹീഹൈനി, സ്വഹീഹായ ബുഖാരി മുസ്ലിം 2 ഹദീസ് ഉണ്ടല്ലോ, അവ രണ്ടുപേരും പറഞ്ഞ ഹദീസ് കൊണ്ട് നമുക്കൊന്ന് മിസലാക്കാം. എവിടെ? ബിൽ മുവാഖഅതി ബി നഹാരി റമളാന, പുണ്യമായ റമളാന്റെ പകലിൽ ഭാര്യയുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള സംഭവം. അതിലൊരു ഹദീസ് ഉണ്ട്. ഇന്ന അബാ ഹനീഫ, ഈ ഹദീസില് ഇമാം അബു ഹനീഫ തങ്ങളും മാലിക് റളിയല്ലാഹു അൻഹു രണ്ടുപേരും ഹദഫ കളഞ്ഞു. ഖുസൂസഹ, ആ മുവാഖഅത്തിന്റെ പ്രത്യേകത എന്നിവിടെ കളഞ്ഞു. അതിനാണ് ആസ്പദപ്പെടുത്തിയിട്ട് ഹദീസ് വന്നത്. അതാണ് ഖാസായത്. ആ ഖുസൂസിയത്തിനെ കളഞ്ഞു. അനിൽ ഇഅ്തിബാരി, പരിഗണിക്കലിനെയും വിട്ട് അതൻ കളഞ്ഞു. എന്നിട്ട് അനാത്വ, അവ രണ്ടുപേരും എന്തു ചെയ്തു? ബന്ധിപ്പിച്ചു. അൽ കഫാറത്ത, കഫാറത്ത് എന്നതിനെ ബി മുത്തലത്തിൽ ഇഫ്താരി, മുത്തലഖൻ നിലക്ക് നോമ്പ് മുറിച്ച കഫാറത്ത് കൊടുക്കണം എന്നാക്കി. സംഭവം റമളാനിൽ ഒരാൾ ബന്ധപ്പെട്ടൊരു സംഭവ, അതിനെ ആസ്പദപ്പെടുത്തി പ്രത്യേകിച്ച് വന്ന ഒന്നാണ് എന്ത് ചെയ്തത്? ഈ ഹദീസ്. ഇത് നെസ്സാണ്. ആ നെസ്സിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, ആ പ്രത്യേകത കളഞ്ഞു. അതിന് മാത്രം ബാധകമല്ല. മൊത്തത്തിൽ നോമ്പ് മുറിച്ചോ, നോമ്പ് മുറിച്ചാൽ അതിനെന്ത് കൊടുക്കേണ്ടി വരും? ഗഫാറത്ത് കൊടുക്കണം എന്നൊരു വിധി മൊത്തത്തിലാക്കി മാറ്റി. അവ ഹുസൂസത്ത് കളഞ്ഞു രണ്ടുപേരും.
ഏതുപോലെ കമാ ഹദഫ ഷാഫിഈ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കളഞ്ഞതുപോലെ വൈറഹ ഈ മുവാഖാത്തി എന്ന് പറയുന്നതല്ലാത്ത മറ്റൊക്കെ കളഞ്ഞു. മിൻ ഔസാബിൽ മഹല്ലി ആ മഹല്ലിന്റെ വിശേഷണങ്ങൾ ഇത് ഒഴിച്ച് ബാക്കിയൊക്കെ കളഞ്ഞു. ഏതുപോലെ കൗലിൽ വാത്തി അറാബിയൻ ആ സംഭവം നടത്തിയത് ആരാണ്? ഒരു അറാബിയാണ്, അത് കളഞ്ഞു. അപ്പൊ കൗലിൽ മൗത്ത് എത്തി പിന്നെ ഒത്ത് ചെയ്യപ്പെട്ടത് സൗജത്തിന് ഭാര്യയാണ്, അതും കളഞ്ഞു. അപ്പൊ കൗലിൽ ഒത്തി ബിൽ ഖുബിലി സംയോഗം നടത്തിയത് മുന്തുവാരത്തിൽ കൂടെ തന്നെ, അതും കളഞ്ഞു. അല്ല ഇത്തിബാരി ആ പരിഗണനൊക്കെ കളഞ്ഞു. ഇതൊന്നും ഇവിടെ പരിഗണിച്ചില്ല. അത്രയും പരിഗണനയെ തൊട്ട് അറാബിയാവുക, ഭാര്യയാവുക, ഖുബിലാവുക എന്നുള്ള എല്ലാ വിശേഷങ്ങളും കളഞ്ഞു. അതൊക്കെ കളഞ്ഞിട്ട് നിർത്തിയത് മുവാഖാത്തുനിന്ന് മാത്രം നിർത്തി. അപ്പോ അനാത്തൽ കഫാറത്ത് ബിഹാ ആ മുവാഖാത്ത് കൊണ്ട് എന്ത് വേണം? നോമ്പ് മുറിച്ചാൽ കഫാറത്ത് കൊടുക്കണമെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇതൊക്കെ കളഞ്ഞിട്ട് ബന്ധിപ്പിച്ചതുപോലെ ഇമാം അബൂ ഹനീഫ തങ്ങളും ഇമാം മാലിക് റളിയല്ലാഹു തആല ആ ഖുസൂസിയത്തെ കളഞ്ഞിട്ട് മൊത്തത്തിൽ നോമ്പ് മുറിച്ചാൽ കഫാറത്ത് എന്നതാക്കി തീർത്തു. ഇങ്ങനെ നമുക്ക് ഉദാഹരണമാക്കി പറയാം. ഇതാണ് തൻഖീഹുൽ മനാത്ത്. കളയേണ്ടതൊക്കെ കളഞ്ഞു, എന്നതാണെന്ന് വ്യക്തമാക്കി തരികയും ചെയ്തു. ഇനി അമ്മാ തഹഖീഖുൽ മനാത്തി. അപ്പൊ തൻഖീഹുൽ മനാത്തിന്റെ കോലം മനസ്സിലായാല് ഇനി നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത് എന്തറിയോ? തഹഖീഖുൽ മനാത്ത് എന്ന് അതിപ്പോ എങ്ങനെ ഉണ്ടാവാം? തഹഖീഖുൽ മനാത്ത് അത് ഇപ്പൊ ഇസ്ബാത്തുൽ ഇല്ലത്തി, അത് ഇല്ലത്തിനെ സ്ഥിരപ്പെടുത്തലാണ്. ഈ അഹാദിസുവരിഹ ഇല്ലത്തിന് എത്രയോ രൂപങ്ങൾ ഉണ്ടായിരിക്കാം. ആ രൂപങ്ങളിൽ ഓരോന്നിനും എന്താക്കുക? ഇല്ലത്തിനെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ്. ഏതുപോലെ അന്നൻ നബ്ബാഷ നിശ്ചയമായിട്ടും നബ്ബാഷ് തഹഖീഖാക. നബ്ബാഷ് എന്ന് പറഞ്ഞാൽ ആരറിയോ? വഹുവ അയാള് മൈ യംബുഷുൽ ഖുബൂറ ഖബറുകളൊക്കെ മാന്തും. ഓഹുദുൽ അക്ഫാന എന്നിട്ട് മയ്യത്തിന്റെ കഫംപടം എടുക്കും. മയ്യത്ത് മാന്തിയിട്ട് കഫംപടം എടുക്കുക, എന്നിട്ട് അത് വിൽക്കുക, അതിരെയുള്ള പണി. ഇതാണ് നബ്ബാഷ്. ഈ നബ്ബാഷിനെ തഹഖീഖാക്ക സാരിഖുൻ, ഇയാളൊരു കള്ളനാണ്. അപ്പൊ ഖബറ് മാന്തി കഫം എടുക്കുന്ന ആള് കള്ളനാണ് എന്ന് തഹഖീഖാക്കുക. എന്തുകൊണ്ടാണ് ഇപ്പൊ അത് തഹഖീഖാക്കുന്നത്? ഇവിടെ ബി അന്നഹു നിശ്ചയമായിട്ടും ഈ നബ്ബാഷ് ഉജിദ മിൻഹു അവൻ നിന്ന് എന്തായി എത്തിക്കപ്പെട്ടു അഹദുൽ മാൽ സമ്പത്തെടുക്കുക, ഖുഫിയത്തൻ രഹസ്യമായി സൂക്ഷിക്കേണ്ട സ്ഥലത്ത് സൂക്ഷിച്ചിട്ട് ആരും കാണാതെ ആ സ്വത്ത് എടുത്തുകൊണ്ടുപോവുക. ഇതാണല്ലോ സരിക്കത്ത് എന്ന് പറഞ്ഞത്. ഈ പണി ഖബറ് മാതുന്നവൻ ചെയ്യുന്നുണ്ട്, ഇത് അവരിലുണ്ട്. എന്താ കാരണം? സരിക്കത്ത് അല്ല ഖബറ് അത് ഒരു പ്രത്യേക കഫംപട സൂക്ഷിക്കേണ്ട സ്ഥലമാണ്, അത് മാന്തി. അപ്പൊ ആ സ്ഥലത്തിൽ നിന്ന് കഫംപുട എന്ന് പറയുന്ന മുതൽ മയ്യത്തിന്റെ മുതലാ, അത് എടുത്തുകൊണ്ടുപോയില്ലേ? അത് സമ്പത്താണല്ലോ, രഹസ്യമായെടുത്തതാണല്ലോ, അതന്നെ. അപ്പൊ സരിക്കത്താണ്. അപ്പൊ നബ്ബാസ് സാരിഖാണ് നിൽക്കാം. അപ്പൊ വയുക്കത്തോ സാരിക്കാൻ സ്ഥലപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ ഇനി സാരിക്കാണെങ്കിൽ അതിൻ്റെതായ നിയമമുള്ള കട്ടോന്റെ കൈ മുറിക്കുക എന്നുള്ളത്. അപ്പൊ നബ്ബാസിന്റെ കൈ മുറിക്കും. അത് തഹഖീഖാക്കിയാലോ എന്നതുപോലെയാണ് മനാത്തിന്റെ തഹഖീഖ്. ഓരോ രൂപങ്ങളും ഇതൊരു രൂപമാണ്. ഇനി ഇതുപോലെ മറ്റു രൂപം ഉണ്ടെങ്കിൽ അതിൽ സരിഖത്ത് വരുമെങ്കിൽ അങ്ങനെ. അപ്പൊ ഇല്ലത്ത് അഖ്ദുൽ മാലാണ് ഇല്ലത്തുണ്ടായത്, അത് സരിഖത്താണല്ലോ. അപ്പൊ സരിഖത്ത് എന്ന നിലപാട് വെച്ച് നോക്കുമ്പോ നബ്ബാസ് സാരിഖാണ്. ഇവിടെ ഖിലാഫുൽ അനഫിയ്യ, അനഫിക്കാർക്ക് മാറായിട്ട് ഓല് അത് അംഗീകരിക്കുന്നില്ല. ഈ വിഷയം പറഞ്ഞോടത്ത് അനഫിക്കാരെതിരാണ്. ഓ തഖ്രീജുഹു എങ്കിൽ തഖ്രീജുൽ മനാത്ത്, ഇനി മനാത്തിനെ തഖ്രീജ് ചെയ്യണമല്ലോ. അത് മറ അതെങ്ങനെയെന്നുള്ള കഴിഞ്ഞുപോയി. എവിടെ? ഫി മബ്ഹസിൽ മുനാസബത്തി, മുനാസബയെ കുറിച്ച് പറഞ്ഞ ചർച്ച ഉണ്ടായിരുന്നു. അവിടെ മറിച്ചാൽ കിട്ടും എങ്ങനെയാണ് തഖ്രീജുൽ മനാത്ത് എന്നുള്ളത് അവിടെ കിട്ടും. വ ഖറന ബൈന സലാസത്തി, മുസന്നിഫ് ഇവിടെ മൂന്നെണ്ണത്തിന്റെയും ഇടയിൽ അന്വരിച്ചിങ്ങനെ കൊണ്ടുവന്നു. അതൊരു മറുപടിയാണ്, ചോദ്യത്തിനുള്ള മറുപടി. എന്താ ആരെന്നറിയോ? മുമ്പ് ആ കാര്യം പറഞ്ഞു പോയെങ്കിൽ പിന്നെ എന്തിനാ രണ്ടാമത് ഇവിടെ പറഞ്ഞത് നമ്മൾ ചോദിച്ചത്. അപ്പൊ അതിന് കൊടുക്കുന്നൊരു മറുപടിയാണ് മൂന്നെണ്ണത്തിന്റെ ഇടയിൽ അന്വരിച്ചു കൊണ്ടുവന്നത്. കാര്യത്തിൽ ജദിലയ്യനി തർക്കിക്കുന്നതായ രണ്ടുപേരുടെ പതിവെന്താ? ആ വിഷയം ഒന്ന് ആവർത്തിച്ച് പറയല്ലേ.
എന്നതുപോലെ ആവർത്തിച്ചു പറഞ്ഞു എന്ന് മാത്രം വേറൊന്നുമില്ല. 9 കഴിഞ്ഞു. അൽ ആശിറു ബിമസാലിക്കിൽ ഇല്ലത്തി. ഇനി ഇല്ലത്ത് ആയി വരാൻ പറ്റുന്ന തുർക്കുകളിൽ നിന്ന് 10ാമത്തെ തുർക്ക് ഏതാ അറിയോ? ഇൽഗാഉൽ ഫാരിഖി. ഫാരിഖ് എന്ന് വിട്ടുപിരിക്കുന്ന, ആ വിട്ടുപിരിക്കുന്നതിന് ഒഴിവാക്കി കളയുക, അതാണ് ഇൽഗാ. അതെങ്ങനെയെന്ന് ചോദിച്ചാല് അത് ഫലം വരുത്തുന്നില്ല എന്ന് വ്യക്തമാക്കി കൊടുക്കൽ കൊണ്ടാണ് വിട്ടുപിരിക്കുന്നത് ഇൽഗാ ആക്കാന്നുള്ളത്. അത് ലഘുവാക്കി കളയുക. അപ്പൊ ഇവിടെ വന്ന ഈ സാധനം എന്ത് ചെയ്യണില്ല? തഹ്സീർ ചെയ്യണില്ല എന്ന് വിശദീകരിക്കലുകൊണ്ട് ഇൽഗാ ആയി. അപ്പൊ എന്ത് ചെയ്യും? ഫയസ്ബുത്തുൽ ഹുക്കുമു. ഇവിടെ ഒരു ഹുക്കുമുണ്ട്, അത് സ്ഥിരപ്പെടും. ലിമസ്തറകാ ബിഹി. അത് രണ്ടും കൂടി എന്താണെന്നറിയാമോ? കൂറായത് ഏതിലാണോ അസ്ലും ഫർഉം, ആ കൂറായ ഒരു വിഷയത്തിനോട് ഈ ഹുക്കും സ്ഥിരപ്പെട്ടു വരും. ഇവിടെ ഉള്ളത് ഇല്ലത്തിന് മാറ്റാത്തും അത് കളയുമ്പോൾ ഒരു ഹുക്കുമുണ്ട്. ആ ഹുക്കും അസ്ലിനും ഫർഉനും യോജിച്ചു കിട്ടും. അതിന്റെ ഉദാഹരണം കഇൽഹാഖിൽ അമതി. അമത്തിനെ ചേർക്കുക എന്നതിന് ലഗവാക്കും പോലെ. ഇൽഗാഉൽ കായിനി ഫി ഇൽഹാഖിൽ അമതി ബിൽ അബിദുന. അടിമ സ്ത്രീയെ ആണായ അടിമയോട് ചേർക്കുമ്പോ അതിലുണ്ടായിത്തീരുന്ന ഒന്നുണ്ട്, ആ ഒന്നിനെ ലോവാക്കും പോലെ. ബിലബിദി ഫി സറായത്തി. സറായത്തില് എങ്ങനത്തെ സറായത്ത്? അസാബിത്തത്തി, സ്ഥിരപ്പെട്ടതാണ്. ബി ഹദീസ് സ്വഹീഹൈനി. സഹീഹായ ബുഖാരി മുസ്ലിമിന്റെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് സറായത്ത്. ഈ സറായത്തിലാണ് അബിദിനോട് അമത്തിനെ ഇൽഹാഖാക്കുന്നത്. ആ ഇൽഹാഖ് കൊണ്ട് ഉണ്ടായിത്തീരുന്ന ഒന്നിനെ ലോവാക്കുക എന്നാണ്. എന്താ ഹദീസ്? മൻ ആയത്തൊക്കെ സിർക്കൻ ലഹു ഫി അബിദിൻ. ഒരു അടിമയിൽ ഒരാൾക്ക് കൂറുണ്ട്. അപ്പോ രണ്ടാൾക്കുള്ള അടിമയെന്ന് വെക്കുക. ഈ രണ്ടാൾക്കുള്ള അടിമയെന്ന് ഒരാള് അയാളെ വിഹിതം അടിമത്തന്ന് മോചിപ്പിച്ചു. അപ്പൊ വക്കാല ലഹു മാലു. ഇയാൾക്ക് എന്തുണ്ട്? മുതലുണ്ട്. യബിലു സമനൽ അബിദി. എങ്ങനത്തെ മുതൽ? അപ്പൊ ഇയാൾക്കുണ്ട്, മുതലുണ്ട്. യബിലു സമനൽ അബിദി. അടിമയുടെ വിലക്ക് എത്താൻ പറ്റുന്ന സമ്പത്ത് ഇയാൾക്കുണ്ട്. എന്നാ പിന്നെ എന്ത് ചെയ്യണം? ഉവ്വിമ അലേഹി. എന്നാ അയാൾ വിത്തക്ക് ചെല്ലിയാണല്ലോ, അയാളുടെ മേലായിട്ട് എന്ത് വേണം? ഇവിടെ ഈ അടിമയെ വിലക്കെട്ടണം. ഖീമത്ത അതിരിൻ, ഒരു മാന്യമായ വിലക്ക് വിലക്കെട്ടണം. എന്നിട്ട് ഇപ്പൊ ഓഴ്ത്തിയ സുറക്കാവുഹും, ഇയാളെ കൂടെ ശരീക്കന്മാരുണ്ടല്ലോ, അവർക്കൊക്കെ പൈസ കൊടുക്കണം. ഹസസവും, അവർക്കുള്ളതായ വീതക്കൂലി കൊടുക്കുക. എന്നാൽ എന്താകും? അലഹിൽ അബുദു. ഈ അടിമ അവന്റെ മേലും മുത്തിക്കായി, ഇത്തുക്കുള്ളവനായി. ഇല്ല, അങ്ങനെ അല്ലാന്ന് വെക്കുക. എന്നാ ഫഖദ് അതഖ അലൈഹി മാ അതഖ. അവൻ എന്താണോ ഇത്തക്ക് ചെല്ലിയത്, ഏത് ഭാഗമാണോ അത് മാത്രമേ ഇവന്റെ മേൽ അടിമ മോചിതമാവുകൾ. ഫുള്ളായിട്ടില്ല. ഫുള്ളാവണമെങ്കിൽ എല്ലാവർക്കും ഒരേ വീതം കൊടുത്തെടുക്കുക, എന്നാവും. ഇല്ലെങ്കിൽ ഇല്ല. അപ്പോ ഫാരിഖു ബൈനൽ അമതി വൽ അബ്ദ്. ഇവിടെ അടിമ സ്ത്രീയെ വാസ്തവത്തിൽ ആണടിമയോട് ചേർത്തത് ശരീഅത്തിലാവുമ്പോ, സിറായത്തിലാവുമ്പോ ഇവിടെ ഫാരിഖ് ഉണ്ട്. അല്ലുനൂസത്ത്, പെണ്ണ് എന്നുള്ളതാ. പെണ്ണ് എന്ന് വെക്കുമ്പോ വലാ തഹ്സീറ ലഹ ഫീ മൻ ഇസ്റായത്തി. ഇവിടെ സിറായത്ത് എന്ന് പറയുന്നതിനെ തടുക്കാൻ പറ്റുന്ന ഇല്ലത്തല്ല ഉനൂസത്താവുക എന്നുള്ളത്. അപ്പൊ അതൊരു കളഞ്ഞു. അപ്പൊ ഇവിടെ എന്തായി? ഉനൂസത്ത് സിറായത്തിനെ തടുക്കാൻ പറ്റുന്ന ഇല്ലത്തല്ല എന്ന് വന്നപ്പോ അതിനെ കളഞ്ഞപ്പോ സിറായത്ത് തന്നെ ഹുക്കുമോടെ സ്ഥിരപ്പെട്ടു. ആരില്? അമത്തില്. അപ്പൊ ലിമ ഷാറകത്ത് ഫീൽ അബ്ദു. ആ ഒരു വിഷയത്തിൽ അടിമയോട് പെണ്ണടിമ കൂറായി വന്നതിന് വേണ്ടി ആ വിഷയത്തിൽ സിറായത്ത് അവർക്കും സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. ഇതാണ് ഇൽഗാഉൽ ഫാരിഖ് എന്ന് പറയുന്നത്. പിന്നെ ദവറാനു, നമ്മൾ ഇന്നലെ പറഞ്ഞ ദവറാന് തുർദ് അൽ ഖൗലി ഇൽഗാഉൽ ഫാരിഖ്. ഇൽഗാഉൽ ഫാരിഖും ദവറാനും തുർദും അൽ ഖൗലി ബിഹി. തുർദ് ഹുജ്ജത്താണ് എന്ന അഭിപ്രായം വെച്ചിട്ട് ഇത് മൂന്നും തർജഉ സലാസത്തുക, ഇവകൾ മൂന്നും മടങ്ങുന്നു ഇലാ ലർബി ഷബഹ്. ഷബഹ് എന്ന് പറയുന്നതിന്റെ ഇനത്തിലേക്കാണ് ഇതിന് മൂന്നിന്റെയും പോക്ക്. കാരണം ഇത് തുഹസ്സിലു ലന്ന ഫിൽ ജുംലത്തി. മൊത്തത്തിൽ ഇവിടെ കിട്ടുന്ന വന്നാണ് ഇതൊക്കെ ഉണ്ടാക്കി തീർന്നത്. ലാ മുത്തലക്ക. മുത്തലക്ക എന്നൽക്കല്ല. ജുംലയിൽ പറഞ്ഞാല്
വന്നെന്താണ് ഉണ്ടാക്കി തരുന്നു. ഒരു ദല്ലിയത്ത് ആണ് എന്നൊരു വിചാരമുള്ളൂ, എല്ലാ അവസ്ഥയിലുമില്ല, ചില അവസ്ഥകളിൽ എന്നാ പറയുന്നത്. വലാ തുഅയ്യനു ഇവകൾ വ്യക്തമാക്കി തരുന്നില്ല ജിഹത്തുൽ മസ്ലഹത്തിൽ അൽ മഖ്സൂദത്ത മിൻ ശറഇൽ ഹുക്മി ഹുക്മിന്റെ ഷറയിൽ നിന്ന്, ഷറയുടെ ഹുക്കുമാക്കി വെച്ചവോ ആ ഷറയിന്റെ ഹുക്കുമിൽ നിന്ന് എന്താണോ ഉദ്ദേശിക്കപ്പെടുന്ന മസ്ലഹത്ത് അതിന്റെ ഭാഗം ഇവ മൂന്നും വിശദീകരിച്ച് വ്യക്തമാക്കി തരുന്നുമില്ല. മൊത്തത്തിൽ ആലോചിച്ചവർ എന്നെ ഇവിടെ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് സബഹന്റെ ഇനത്തിലേക്ക് ഇത് മൂന്നും മടങ്ങുന്നു എന്ന് പറയാൻ കാരണം. അന്നഹ കാരണം മസ്ലഹത്ത് ലാ തുതുറക്കു മസ്ലഹത്തിനെ മനസ്സിലാക്കപ്പെടുന്നില്ല ബിവാഹിദിൻ മിൻഹ ഈ പറഞ്ഞ മൂന്നെണ്ണത്തിൽ ഒന്നുകൊണ്ടും മസ്ലഹത്തിനെ മനസ്സിലാക്കപ്പെടാൻ കഴിയുന്നില്ല. ബി ഖിലാഫിൽ മുനാസബത്തി മുനാസബത്തിന് മാറാട്ടെ. മുനാസബത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, അത് ലന്നിനെ മനസ്സിലാക്കി തരും ചെയ്യും, അതോടൊപ്പം തന്നെ മസ്ലഹത്തിന്റെ ജിഹത്ത് ഏതാണെന്നും വ്യക്തമാക്കി തരും. അതാണ് മുനാസബത്തിന് എതിര് എന്ന് പറയുന്നത്. അപ്പോ ഇനി നമുക്ക് പറയാനുള്ളത് ഖാത്തിമയാണ്. ഖാത്തിമത്തുൻ ഇതൊരവസാനമാണ്. അപ്പോ ഇല്ലത്തായി വരാൻ പറ്റുന്ന തുർക്കുകളി നമ്മൾ 10 പറഞ്ഞത്, ആ 10 കഴിഞ്ഞു. ഇനി നമുക്കൊരു ഖാത്തിമ പറയുക. എന്താ ഖാത്തിമ പറയുന്നത് നോക്കുക. ദുർബലമായ 2 വഴികളുണ്ട്. ആ 2 വഴികളെ ഇല്ലാതെയാക്കുന്നതിൽ പറയുന്ന ഒന്നാണ് ഖാത്തിമ. ലൈസ തതഅത്തൽ ഖിയാസു ബിഇല്ലിയത്തി വസ്ഫിൻ ഒരു വസ്ഫ് ഇല്ലത്തായിരിക്കുക എന്നതുകൊണ്ടുള്ള ഖിയാസ് വരികയില്ല. വലൽ അജ്സു അൻ ഇഫ്സാദിഹി ആ വസ്ഫിനെ ഫസാദാക്കലിനെ തൊട്ട് കഴിവില്ലാതിരിക്കുക എന്നുള്ളതും അല്ല. എന്തല്ല ദലീല ഇല്ലിയത്തിഹി ആ വസ്ഫ് ഇല്ലത്തായിരിക്കുക എന്നതിനുള്ള ലക്ഷ്യമല്ല. അലല്ല സഖി ഫീഹിമ ഈ പറഞ്ഞ 2 മസക്ക് പ്രകാരം ഒന്ന് ഇല്ലത്തായിട്ട് എന്താവുക, ഈ വസ്ഫ് ഇല്ലത്താവുക എന്നതുകൊണ്ട് ഖിയാസ് വരികയില്ല. ഒന്ന് അതിൽ മസഹായ പ്രകാരം ദലീലല്ല. രണ്ടാമത് പറഞ്ഞത് ആ വസ്ഫിനെ ഫസാദാക്കലിനെ തൊട്ട് കഴിവില്ലാതെയാവുക എന്നുള്ളതും എന്തല്ലാതെ ഇല്ലത്താവാണ് ദലീലല്ല. വക്കീല പറയപ്പെട്ടിട്ടുണ്ട് നഅംബിഹിമ അത് രണ്ടിലും അത് ഇല്ലത്ത് തന്നെയാണ്. അമ്മൽ അവലു അപ്പോൾ ആദ്യത്തേത് ഫലി അന്നൽ ഖിയാസ ഖിയാസി എന്നുള്ളത് മഅ്മൂറും ബിഹി അത് കൽപ്പിക്കപ്പെട്ടതല്ലേ. ബി ഖൗലിഹി തആല അള്ളാന്റെ വാക്കുകൊണ്ട് ഫഅതബിറൂ അതിന്റെ അർത്ഥം എന്താ, നിങ്ങൾ ഖിയാസാക്കിക്കോളി തന്നെ. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവുമായി നിങ്ങൾ ഖിയാസാക്കുന്നല്ല ഇത്തിബാറിന്റെ അർത്ഥം. അതല്ലേ അള്ളാഹു തആല പറഞ്ഞത്, അത് അള്ളാഹ് കൽപ്പിച്ചതല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു വസ്തു ഇല്ലത്തുകൊണ്ട് ഖിയാസ് സൗകര്യമാവൂല എന്ന് വെക്കുമ്പോ അത് ദലീലല്ല എന്ന് പറയാൻ പറ്റൂല. ഖിയാസ് മഅ്മൂറാണ്. അപ്പൊ എന്താണെന്ന് അറിയാമോ, തെളിവാണ്, ദലീലാണ്. വസ്ഫ് ഇല്ലത്താണ് എന്ന തഖ്ദീർ പ്രകാരം യഖ്റുജു ബിഖിയാസിഹി അപ്പോ ആ വസ്ഫിനെ ഖിയാസാക്കി. അങ്ങനെ ഖിയാസാക്കല് കൊണ്ട് ആ വസ്ഫ് പുറത്തു പോകും. അൻ ഉഹിദത്തിൽ അംരി കൽപ്പന എന്നൊരു കാര്യം അല്ല വെച്ചല്ലോ, ആ കൽപ്പനയും തൊട്ട് പുറത്തു പോയില്ലേ. അപ്പൊ പോയപ്പോൾ വസ്ഫു അങ്ങനെ പുറത്തു പോകാന്ന് വരുമ്പോ വസ്ഫ് എന്തായി ഇല്ലത്തായി മാറൂലേ. നല്ല കണ്ടുപിടുത്താ, കുറച്ച് പണി എടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണ് വസ്ഫിനെ ഇല്ലത്താക്കി കൊണ്ടുവന്ന് ഖീല. എന്നാലും മറുപടി ഉണ്ട്. നിങ്ങൾ പറഞ്ഞൊക്കെ നോക്കുമ്പോ ഉജീബാന് മറുപടി എന്താണ്, അന്നോ നിശ്ചയമായിട്ടും ഇന്നമാ തതഅയ്യന ഇല്ലിയത്തുഹു ആ വസ്ഫ് ഇല്ലത്താവുക എന്നുള്ളത് വ്യക്തമാകും. അൽ ലൗലം യഖ്റുജ് അൻ ഉഹദത്തിൽ അംരി കൽപ്പന എന്ന് പറയുന്ന ഒരു ബാധ്യതയുണ്ട് ഇവിടെ. അതിനെ തൊട്ട് പുറത്ത് പോയിട്ടില്ലായിരുന്നുവെങ്കിൽ അത് ഇല്ലത്താവുക എന്നുള്ളത് വ്യക്തമായിരുന്നു. ഇല്ലാ ബി ഖിയാസിഹി ആ വസ്ഫിനെ ഖിയാസാക്കൽ കൊണ്ടല്ലാതെ കൽപ്പന എന്ന ആ ഒരു ബാധ്യതയെ തൊട്ട് പുറത്തു പോയില്ലായിരുന്നുവെങ്കിൽ ആ പുറത്തു പോയി ഖിയാസാക്കിയത് കൊണ്ടല്ലേ. വലൈസ കദാലിക എന്ന കാര്യം അപ്രകാരമല്ലല്ലോ, കാര്യം അപ്രകാരമല്ല. അപ്പൊ നിങ്ങളത് പൊളിഞ്ഞു.
അമ്മസാനി ഇനി രണ്ടാമത്തേത് കമാബിൽ മൊയ്ജിസത്തി അത് മൊയ്ജിസത്തിലുള്ളത് പോലെ അമാനുഷിക ശക്തിയിലുള്ളത് പോലെയാ ഇന്നഹ മൊയ്ജിസത്ത് ഇന്നമാതല്ലത്ത് അതറിയിച്ചല്ലോ അലാ സിദ്ഖിർ റസൂലി റസൂൽ പറഞ്ഞ് സത്യമാണെന്ന് അത് അറിയിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ലിൽ അജ്സി അൻ മുആറളതിഹാ റസൂൽ എന്ന് പറയുന്ന സത്യമാണ് എന്നതിന് മേൽ അറിയിക്കുന്ന മൊയ്ജിസത്ത് കൊണ്ടുവന്നു. ഇനി ആ മൊയ്ജിസത്തിനെ എതിർക്കുവാനോ പൊളിക്കാനോ കഴിയില്ലല്ലോ എന്നതുപോലല്ലേ ഇപ്പൊ രണ്ടാമത്തേത്. അപ്പൊ രണ്ടാമത്തേത് എന്താ? അത് ഇല്ലത്താവൻ, അത് ഇല്ലത്താണ്, അത് ഇല്ലത്ത് ആയിരിക്കുക. അപ്പൊ അതിനെ ആ ഇല്ലത്തിന്റെ വസ്ഫിന്റെ ഫസാദിനെ പൊളിക്കാൻ കഴിയണില്ല എന്ന് വരുമ്പോ മോചിതത്തിന്റെ പോസ്റ്റിലായില്ലേ, അത് തെളിവല്ലേ എന്നറിയില്ലേ. വൗജീബ അതിന് മറുപടി ബിൽ ഫർഖി വ്യത്യാസമുണ്ട്. നിങ്ങൾ മോചിതത്തിന്റെ പോസ്റ്റ് കൊണ്ടിട്ട് ശരിയായില്ല. കാരണം ഇന്നൽ മോചിത ഹുനാക്ക അവിടെയുള്ള മോചിതത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ള പറയ സത്യമാണ്, ദൂതന്മാര് പറയ സത്യമാണെന്ന് അറിയിക്കാൻ പറ്റുന്ന മോചിതത്ത് അത് അള്ളാഹുത്തല സൃഷ്ടിച്ചു കൊടുത്തു കൂടുന്ന ഒന്നാ. വഹുന ഇവിടെയുള്ളതോ മിൽ ഖസ്മി അത് ഖൽക്കുന്നാണെങ്കിൽ അള്ളാഹെന്നാണെങ്കിൽ ഇവിടെ തർക്കിക്കുന്ന ആളെന്ന് അവിടെ അജിസ് വന്നത് അയാൾ അശക്തനായതാണ്, അല്ലാതൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്ന രണ്ട് തെളിവും ഞമ്മക്ക് സ്വീകാര്യമല്ല കീലക്കാരെ, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ അസക്ക് ശരിയാണ്, എടുത്തോളൂ, അതാണ് ന്യായം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ തൽക്കാലം ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇനി നമുക്ക് തൊട്ടടുത്ത് ചർച്ച ചെയ്യാനുള്ളത് ഇല്ലത്തിൽ വരുന്ന എന്തൊക്കെയോ മോശങ്ങളുണ്ട്. അത്തരം മോശങ്ങൾ വന്നാൽ ഇല്ലത്താകാൻ പറ്റൂലല്ലോ. അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇനി നടക്കാനുള്ളത്. എന്താണ് അതിന്റെ ഖവാദിഹുകൾ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞത് നമ്മിൽ നിന്ന് അള്ളാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നാഫിയായ ഇൽമ് തന്ന് നമ്മെ ഏവരെയും അള്ളാഹു ഉയർത്തട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായി ജീവിക്കുവാൻ ഭാഗ്യം നൽകി അള്ളാഹുവിന്റെ ഇൽമാകുന്ന നൂറിൽ ജീവിച്ച് അതെല്ലാവർക്കും കത്തിച്ചു കൊടുക്കുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറുദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.